നമസ്കാരം. നമ്മൾ യുദ്ധത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ യുദ്ധത്തിന്റെ വർത്തമാന കാലാവസ്ഥയും ഒന്നും അനുകൂലിക്കുന്നില്ല. ഒരിക്കലും യുദ്ധം സന്തോഷമല്ല, ദുഃഖമാണ്, വേദനയാണ്. ദുഃഖം കണ്ണീരാണ്, ചോരയാണ്. അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ വധിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പദ്ധതിയിട്ടിരുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവാണ് അയത്തുള്ള അലി ഖൊമേനി. ഇറാനിലെ പല കാര്യങ്ങൾക്കും, അതായത് പല ദേശവിരുദ്ധ, ലോകവിരുദ്ധ, തീവ്രവാദ നയങ്ങൾക്കൊക്കെ തന്നെ ചുക്കാൻ പിടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ രഹസ്യ നീക്കങ്ങൾ നടത്തുകയും ഇറാനിൽ ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭരണകൂട സംവിധാനം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത കമ്മ്യൂണിസ്റ്റുകളെ ഒക്കെ തന്നെ തല്ലിക്കൊന്ന് ജയിലിടുകയും കൊല്ലുകയും ഒക്കെ ചെയ്ത നേതാവാണ് അയത്തുള്ള അലി ഖൊമേനി. ഇദ്ദേഹത്തെ വധിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു പദ്ധതിയിട്ടിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. ഇത് സത്യമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ പദ്ധതിയിട്ടാൽ അത് നടപ്പിലാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് നെതന്യാഹുവിനും ഇസ്രായേലിനും പൊതുവെ ഉള്ളത്. ഇതിപ്പോൾ ഒരു വാർത്തയാണ്. അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്ന് തടഞ്ഞതായി അല്ലെങ്കിൽ തടയുന്നു എന്നുള്ള റിപ്പോർട്ടാണ് റോയിട്ടേഴ്സ് ഇപ്പോൾ നൽകുന്നത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് റോയിട്ടേഴ്സിന്റെ വാർത്തകളൊക്കെ തന്നെ ഏതാണ്ട് പരമാർത്ഥം തന്നെയാണ്. നമുക്ക് വിശ്വസിക്കാവുന്ന വാർത്തകളാണ് റോയിട്ടേഴ്സ് സംപ്രേഷണം ചെയ്യുന്നത്. അപ്പം ട്രംപ് പറഞ്ഞു വേണ്ട, അദ്ദേഹത്തെ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു. കാരണം അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും ഇറാനോട് വലിയ ഒരു വിരോധമുണ്ട്, പ്രത്യേകിച്ചും ഖൊമേനിയോട് ഒരു വിരോധമുണ്ട് ട്രംപിന്. എന്നാലും അദ്ദേഹത്തെ ഇപ്പോൾ നേരത്തെ ഒരു സിനിമയുടെ ഡയലോഗാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. രാവണ പ്രഭുവിലെ നടേശ കൊല്ലണ്ട എന്ന് പറയുന്ന ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ട്രംപ് ആ രീതിയിലല്ല പറഞ്ഞത്. ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ നെതന്യാഹുവിനെ അറിയുകയും ചെയ്യാം. ട്രംപ് പറയണം എന്ന് പോലുമില്ല. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഇറാന് കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുപോലെ അമേരിക്കൻ സ്വത്തുക്കൾക്ക് എന്തെങ്കിലും വിധത്തിൽ ദോഷം വരുത്താനോ നാശനഷ്ടങ്ങൾ വരുത്താനോ ഇറാൻ ശ്രമിച്ചാൽ അമേരിക്കൻ സൈന്യം പൂർണ്ണ ശക്തിയോടെ ഇറാനെ ആക്രമിക്കും, ഇസ്രായേലിനെ സമ്പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ നൽകിയത്. എന്നാൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു വിസമ്മതിച്ചു. ഒരിക്കലും നടന്നിട്ടില്ലാത്ത നിരവധി തെറ്റായ സംഭാഷണ റിപ്പോർട്ടുകൾ ഉണ്ട്. ഞാനതിനെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിരിക്കും. അമേരിക്കയ്ക്ക് എന്താണ് നല്ലത് എന്ന് അമേരിക്കയ്ക്ക് അറിയാം എന്നുള്ള കാര്യമാണ് നെതന്യാഹു പറഞ്ഞത്. ഇറാനിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്ന വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇതുവരെ ആക്രമണത്തിൽ കുറഞ്ഞത് 406 പേർ കൊല്ലപ്പെടുകയും 654 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ സർക്കാർ ഈ കണക്കുകളൊന്നും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുമില്ല. ഇത് സംഘർഷത്തിന്റെ മറ്റൊരവസ്ഥയിലേക്ക്, വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ അയത്തുള്ള അലി ഖൊമേനിയെ കൊന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഇറാൻ പ്രസിഡന്റിനെ അദ്ദേഹം പോലും അറിയാതെ വധിച്ച കഥ നമുക്കറിയാം. ഇതിനൊന്നും നെതന്യാഹുവിന് പ്രത്യേകിച്ച് ആരുടെയും ഉപദേശമൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ട്രംപ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് ഇതൊരു ആഗോള വിഷയം തന്നെയായി, അല്ലെങ്കിൽ ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. സംഘർഷ അവസ്ഥ കുറയേണ്ടതാണ്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെയും അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന സംവിധാനങ്ങളെയും ഇറാന്റെ പ്രത്യാക്രമണങ്ങളെയും, അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഈ ആക്രമണങ്ങളെ അല്ലെങ്കിൽ ഇത്തരം യുദ്ധാന്തരീക്ഷത്തെയും ഒന്നും ന്യായീകരിക്കുകയല്ല. പക്ഷേ ഒരു വേള ഇറാൻ പോലുള്ള ഇറാന്റെ ചില ചിന്താഗതികൾ ഇത്തരം ആഗോളതലത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്താഗതികളുണ്ട്. അതുപോലെ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ ഈ ഒരു സമയത്ത് ഇത്തരമൊരു നടപടി സൂക്ഷിച്ചും ആലോചിച്ചും വേണം ചെയ്യാൻ എന്നാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. അത് അവർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ആരും കൊല്ലുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു വ്യക്തി ഇല്ലാതാക്കുക എന്ന് പറയുന്നതും, അപ്പോൾ തീവ്രവാദ ശക്തികളോ തീവ്രവാദികളോ ആഗോള ഭീകരന്മാരോ ഒക്കെ ആണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ ഇത്തരത്തിൽ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം നെതന്യാഹു എടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും സ്ഥിരീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ഈ റോയിട്ടേഴ്സ് പോലുള്ള ഏജൻസികളിൽ നിന്നുമൊക്കെയാണ് നമുക്ക് പല വിവരങ്ങളും കിട്ടുന്നത്. അത്തരത്തിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്.